ഈ കാണുന്നതാണ് കവാടം. ഓൾഡ് ടൗണിൻ്റെ ടാലിനിലെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റപ്പാണ്. ഒതൻറ്റിക്കായിട്ട് ഡ്രസ്സ് ചെയ്ത് നിൽക്കുന്നുണ്ട് വാതിൽക്കൽ. റോൾ പ്ലേ പ്ലസ് അതുപോലെ തന്നെ ഒരു ഓക്കെ താങ്ക് യു സോ മച്ച്. ഇവിടുത്തെ ഗ്രാൻഡ് ഹോളാന്ന് പറഞ്ഞത്. ഹേയ് ഗായ്സ്, ദിസ് ഇസ് ജിൻ ജാങ്കോ ഹിയർ. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ ട്രിപ്പ് തുടങ്ങുകയാണ്. അതായത് നമ്മുടെ ഫിൻലൻഡ് എസ്റ്റോണിയ ട്രിപ്പ്. നമ്മൾ ആദ്യം ഇവിടുന്ന് നേരെ ടാലിൻ, എസ്റ്റോണിയയിലെ ടാലിനിലോട്ട് പോവുകയാണ്. അത് കഴിഞ്ഞ് നാളെ നമ്മൾ പിന്നെ ഹെൽസിങ്കിലോട്ട്, ഫിൻലാൻഡിൻ്റെ ഹെൽസിങ്കിലോട്ട് പോവുകയാണ്. ടോട്ടലി എക്സൈറ്റഡ് ആണ് സംഭവം. ഇവിടുന്ന് നമ്മൾ ഫ്ലിക്സ് ബസ് ബുക്ക് ചെയ്തിട്ടാണ്, ഇപ്പോൾ ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കാണ് പോണത്. അത് കഴിഞ്ഞ് ഇന്ന് അവിടെ സ്റ്റേ അടിച്ചിട്ട് നാളത്തെ ദിവസം നമ്മൾ ഇവിടെ പോകുന്നതായിരിക്കും. അതായത് ഹെൽസിങ്കിയിലോട്ട് ഫെറി വഴിയാണ് പോകുന്നത്. മൊത്തം കിടിലൻ ട്രിപ്പാണ് സംഭവം. ഫെറി നമ്മുടെ കടൽ കടന്ന് കപ്പലിൽ കയറി, കപ്പലല്ല ഫെറിയാണ്, അങ്ങനെ കയറി പോകുന്നതായിരിക്കും. അപ്പോൾ ടോട്ടലി എക്സൈറ്റഡ് ആണ്. അപ്പോൾ എന്തായാലും ബസ് സ്റ്റേഷനിലോട്ട് പോവാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ യദുണ്ട്. യദുവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മുമ്പത്തെ വീഡിയോയിൽ. നമ്മളെ മിഡ് സമ്മറിൻ്റെ വീഡിയോ കണ്ടവർക്കാണെന്നുണ്ടെങ്കിൽ യദുവിന് ഓർമ്മ ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്താണ്. അപ്പോൾ എന്തായാലും ഞാനിവിടെ ട്രാം കയറാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുകയാണ്. ഈ ട്രാം സ്റ്റേഷൻ പോയി നിർത്തുന്ന അവിടെയാണ് നമ്മുടെ ബസ് സ്റ്റേഷൻ ഇവിടെ ലാറ്റ്വിയയിലുള്ള. അപ്പോൾ ടോട്ടലി എക്സൈറ്റഡ് ആണ്. എന്തായാലും നോക്കാം എങ്ങനെയായിരിക്കും ട്രിപ്പ്. ഒരു പിടിയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്റ്റേ അടിച്ചുള്ള ട്രിപ്പ് ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ 1 ഡേ ട്രിപ്പായിരുന്നല്ലോ ചെയ്തത് വില്യംസിലോട്ട്. ഇപ്പോൾ 2 രാജ്യം കവർ ചെയ്യാണ്. എല്ലാ രാജ്യം കവർ ചെയ്യണം, അതാണ് നമ്മുടെ പ്ലാന്. എന്തായാലും നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇവിടെ എത്തി. ഇതാണ് ബസ് സ്റ്റേഷന്. അപ്പോൾ ബസ് സ്റ്റേഷൻ്റെ അകത്തോട്ടേക്ക് കയറി പോവാണ്. ഏതും ഇവിടെ എത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. നോക്കട്ടെ എന്തായാലും. ആദ്യം ബസ് നോക്കാം, ഇതാ പ്ലാറ്റ്ഫോം, എന്നിട്ട് അവനെ വിളിച്ച് നോക്കാം. അപ്പം ഇതാണ് എൻട്രൻസ്. അകത്തോട്ട് കയറുന്ന എൻട്രൻസാണ്. യെസ് ഗൈസ്, ഏതും എത്തിയിട്ടുണ്ട്. ഇതാണ് ഐറ്റം. ഓക്കെ, അപ്പോൾ ഇതാണ് ബസ് സ്റ്റേഷൻ. നമ്മൾ ബസ്സിൽ കയറിയിട്ടുണ്ട്. ഞങ്ങൾ 2 പേരും കയറിയിരുന്ന്. അപ്പോൾ എന്തായാലും ഇനി അവിടെ എത്തിയിട്ട് കാണാം. ആൾക്കാരൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ബൈ. സോ ഗൈസ്, അങ്ങനെ നീണ്ട നേരത്തെ ഒരു യാത്രയ്ക്ക് ശേഷം നമ്മളിവിടെ ടാലിനിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ടാലിൻ ബസ് സ്റ്റേഷന്. അത്യാവശ്യം നല്ല ഡെവലപ്ഡ് ആയിട്ടുള്ള സിറ്റിയാണ് ടാലിൻ എന്ന് പറഞ്ഞാൽ. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം വില്യംസിൽ പോയ പോലെ അല്ല, ഇത് ഭയങ്കര ഡെവലപ്ഡ് ആയിട്ടാണ്. ഭയങ്കര ഒരു എസ്തെറ്റിക് ബ്യൂട്ടി ഉണ്ട് സംഭവം. എന്തായാലും എനിക്ക് കണ്ടപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു സ്കോട്ട്ലാൻഡ് വൈബ്, അങ്ങനെ ഒരു സംഭവമൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. എന്തായാലും നമുക്കിപ്പം ഇവിടുന്ന് ആദ്യം ഇറങ്ങിയിട്ട് നമുക്ക് ആദ്യം ഫുഡ് കഴിക്കണം. എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് പിന്നെ ആദ്യം തന്നെ ഓൾഡ് ടൗണിലേക്ക് പോകാനാണ് വിചാരിക്കുന്നത്. എന്തായാലും നമുക്ക് പോയി നോക്കുന്നു. ഫ്രണ്ടിലോട്ട് നടന്നു നോക്കാം. ഇവിടെ അത്യാവശ്യം നല്ലൊരു സെറ്റപ്പാണ് സംഭവം, എനിക്കിഷ്ടപ്പെട്ട്. നല്ല കാറ്റൊക്കെ ഉണ്ട് ഗൈസ്. അങ്ങനെ കാറ്റ് കാരണം മുടിയൊക്കെ ഒന്ന് കെട്ടി വെച്ച് ഇനിയിപ്പം എന്തെങ്കിലും കഴിക്കണം. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഹെസ്ബർഗ് എന്ന് പറഞ്ഞ കടയുണ്ട്. നമ്മുടെ ലാറ്റ്വിയയിലൊക്കെ ഉണ്ട് ബർഗറിൻ്റെ ഷോപ്പ്. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ഇവിടെ അടുത്തുണ്ട്. ലൊക്കേഷൻ ഇട്ട് നോക്കിയപ്പോൾ അടുത്തുണ്ടെന്ന് കണ്ട്. അപ്പോൾ അതും തപ്പി ഞാനും ഏതും കൂടെ നടക്കുവാണ്. അപ്പോൾ എന്തായാലും നോക്കട്ടെ. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ ഹെസ്ബർഗുള്ള ഒരു ചെറിയ കുഞ്ഞു മാള് അത് നമ്മൾ കണ്ടുപിടിച്ച്. പുറത്തൊരു വലിയ മാളുണ്ട്, മുകളിൽ ജയൻറ്റ് വീലൊക്കെ ഇരിപ്പുണ്ട്. നമ്മളതാന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ നോക്കട്ടെ, അവിടെ കയറാൻ പറ്റുമോ നോക്കട്ടെ. അല്ലാന്നിട്ട് നമ്മൾ സമയം കളയില്ല. നമ്മളിത് ഇവിടെ ഉള്ള ഓൾഡ് ടൗണും കാര്യങ്ങളൊക്കെ കയറി കാണും. സോ നമ്മളെന്തായാലും ഹെസ്ബർഗ് ഇപ്പോൾ ഇതിൽ കഴിക്കട്ടെ. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ മാള്. കുറച്ച് വലുപ്പമുണ്ട്, നമ്മൾ പ്രതീക്ഷിച്ച പോലെ അല്ല, അത്യാവശ്യം വലുപ്പമുണ്ട് ഈ മാള്. ഇവിടെ കയറാനുള്ള സെറ്റപ്പ് കാണുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഹെസ്ബർഗിൽ വന്ന് ഏതോ ഓർഡർ ചെയ്ത ഫുഡ് എത്തിയിട്ടുണ്ട്. ബർഗറും ഫ്രൈസും അതുപോലെ തന്നെ ഒരു മിൽക്ക് ഷേക്കും. സ്ട്രോബെറിയുടെ ആളാണ് ഏതു, സ്ട്രോബെറി കുടിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ചോക്ലേറ്റാണ് ഓർഡർ ചെയ്തേക്കുന്നത്. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാണ് സംഭവം. എന്തായാലും ഫുഡ് പറ്റുന്നത് കഴിക്കട്ടെ. എന്തായാലും അവിടെ വന്നിറങ്ങിയില്ലൊന്ന് റിലാക്സ് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലോട്ടൊക്കെ മുന്നോട്ട് പോവാം. അതങ്ങനെ എൻ്റെ ഫുഡ് എത്തിയിട്ടുണ്ട്. എന്തായാലും ഫ്രൈസും അതിൻ്റെ സെയിം സാധനം തന്നെ ഓർഡർ ചെയ്തത്. ഞാനാണെങ്കിൽ ചോക്ലേറ്റ് ഷേക്കാണ് ഓർഡർ ചെയ്തത്. എന്തായാലും കഴിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് പരിപാടികൾ ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി. ഇനി ഓൾഡ് ടൗണിലോട്ട് പോവാണ്. ഓൾഡ് ടൗണിൽ നമ്മൾ ട്രാം കയറി പോകാതെയിരിക്കുന്നു. നോക്കുമ്പോൾ ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ ഇവിടുന്ന് ഒരു 4 സ്റ്റോപ്പാണ് കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ നടന്ന് വന്ന വഴിക്ക് തന്നെ ട്രാം കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങോട്ട് പോയി നോക്കട്ടെ എന്തായാലും. പിന്നെ ഇവിടുത്തെ ബസ്സിൻ്റെ കളർ ഉണ്ടോ,
പച്ചയും വെള്ളയും കൂടിയുള്ള സംഭവമാണ് ഇവിടുത്തെ ബസ്സൊക്കെ. കാണാൻ അത്യാവശ്യം നല്ല ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു സെറ്റപ്പ് സ്ഥലം തന്നെയാണ് ഇത്. അത്യാവശ്യം ഏത് പറയുന്നുണ്ട് UK പോലെ ഉണ്ടെന്നൊക്കെ. UK പോയിട്ടുണ്ടോ? വീഡിയോയിൽ കണ്ട പോലെ ഉണ്ടെന്ന്. എന്തായാലും സംഭവം രസമുണ്ട്. കണ്ടില്ലേ, ബിൽഡിങ്ങൊക്കെ നല്ല വലിയ ബിൽഡിങ്ങൊക്കെ ഉണ്ട്. നല്ലൊരു ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു ടൗൺ തന്നെയാണിത്. പിന്നെ ട്രാമിൻ്റെ പാതയാണിത്. ഇവിടെ നിന്ന് പണിയൊക്കെ നടപ്പുണ്ട്. എന്തായാലും നോക്കട്ടെ, ട്രാം പോകുന്നുണ്ട് ഇതിൽ. ഒരു ട്രാം പോകുന്നത് കണ്ട് നമ്മളത് കണ്ടിട്ട് തന്നെ അങ്ങോട്ട് നോക്കട്ടെ. എന്തായാലും ഒരു ട്രാം നിൽപ്പുണ്ട്. നമുക്ക് 1 മണിക്ക് ഒരു ട്രാം ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ഈ കാണുന്നതാണ് ട്രാം. നല്ല ഗ്ലാമറുള്ള ട്രാമാണ്. നമ്മൾ റിഗേല പോലത്തെ ട്രാമല്ല, പുതിയ സെറ്റപ്പ്. നല്ല നമ്മുടെ റിഗേൽ സോവിയറ്റ് യൂണിയൻ കാലത്തുള്ള ഓരോ ട്രാമുകൾ കറങ്ങും. പക്ഷേ ഇവിടെ ഉണ്ടോയെന്നറിയില്ല. അത് ഇവിടെ സോവിയറ്റ് കൺട്രി ആയിരുന്നു. പക്ഷേ നല്ല കിടിലൻ ട്രാം. ബാക്ക് കാണിച്ചു തരാം. ബാക്കും ഫ്രണ്ടൊക്കെ പോലെ തന്നെ ഉണ്ട്. ഇങ്ങനെയാണ്. സോ യാ, ഇറ്റ്സ് നൈസ്. ഇപ്പോൾ ഇതാണ് ട്രാമിൻ്റെ അകത്തുള്ള സെറ്റപ്പ്. ഇവിടെ ഇരിപ്പുണ്ട്. ഞാനിവിടെ നിൽക്കുവാണ്. സംഭവം ഇതെങ്ങനെ ഇവിടെ ഇതിനകത്തുള്ള പേയ്മെൻറ്റും പരിപാടിയൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ അതൊന്നും തപ്പി പിടിച്ചുകൊണ്ടിരിക്കുക. നോക്കട്ടെ. അങ്ങനെ നമ്മൾ ട്രാം ഇറങ്ങി ഇവിടെ ഓൾഡ് ടൗൺ എത്തി. ഓൾഡ് ടൗണിൻ്റെ കവാടമാണ് കാണുന്നത്. ഞാൻ ഇച്ചിരി അങ്ങോട്ടേക്ക് നീങ്ങിയിട്ട് കാണിച്ചുതരാം. ഓൾഡ് ടൗണിൻ്റെ കവാടം ഈ കാണുന്നതാണ് കവാടം. ഓൾഡ് ടൗണിൻ്റെ നല്ല പ്രാചീനമായിട്ടുള്ള ഒരു ഹെറിറ്റേജ് സെറ്റപ്പായിട്ട് തന്നെ കിടപ്പുണ്ട്. എന്തായാലും ഇതാണ് ഇവിടുത്തെ ഓൾഡ് ടൗണിലോട്ട് കയറുന്ന വഴി. എന്തായാലും സംഭവം നമ്മൾ ഇതിൻ്റെ സൈഡിലൂടെ, ട്രാം ഇറങ്ങിൻ്റെ സൈഡിലൂടെ വന്നത്. അപ്പോൾ അടിപൊളിയാണ്. അകത്തോട്ട് പോയി നോക്കട്ടെ. ഓൾഡ് ടൗണിൻ്റെ സെൻട്രൽ ഭാഗത്തോട്ട് പോയി നോക്കട്ടെ. കുറച്ചുകൂടെ സെറ്റപ്പാണെന്നാണ് തോന്നുന്നത്. ഇതൊരു അറ്റമാണ് ഓൾഡ് ടൗണിൻ്റെ. കുറച്ച് അകത്തോട്ട് പോയി നോക്കാം. ഗായ്സ്, ഈ കോട്ടവാതിലൊക്കെ കണ്ടോ സംഭവം? എന്തായാലും അടിപൊളി സെറ്റപ്പ്. ഇവിടെ എന്തോ പണ്ട് കാലത്തെന്തോ സെറ്റപ്പാണ് ഗായ്സ്. പിന്നെ ഈ കാണുന്നതാണ് ഓൾഡ് ഹസ്ന എന്ന് പറഞ്ഞിട്ട് എന്ത് സംഭവം എന്നറിയില്ല. നമ്മുടെ ഹോസ്റ്റൽ ബുക്ക് ചെയ്ത ആപ്പിൻ്റെ അകത്ത് ഈ ടാലിയിലുള്ളവരൊക്കെ ചാറ്റ് ചെയ്യുന്നൊരു പരിപാടി ഉണ്ട്. അപ്പോൾ അവർ പറയുന്നത് കേട്ടായിരുന്നു ആരൊക്കെ ഹസ്നയിലോട്ട് വരുന്നതൊക്കെ. എനിക്കൊന്നിന് അങ്ങനെ എന്തോ ഒരു റെസ്റ്റോറൻറ്റോ അല്ലെങ്കിൽ എന്തോ ബാറോ എന്തോ പരിപാടിയാണ് സംഭവം. എന്താണെന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. അതിൻ്റെ അകത്ത് എന്താണ് ഓൾഡ് ഹസ്ന എന്ന് പറഞ്ഞിട്ട് നോക്കട്ടെ. അപ്പോൾ ഗൈസ്, ഇത് അത് തന്നെയാണ്, റെസ്റ്റോറൻ്റാണ് സംഭവം. കണ്ടില്ല, അവരുടെ ഓൾഡ് ഹസ്നയുടെ ഇരിക്കാനുള്ള സ്ഥലം, പുറത്തിരിക്കാനുള്ള സ്ഥലമുണ്ട്. അവിടെ അവർ ഒതൻറ്റിക്കായിട്ട് ഡ്രസ്സ് ചെയ്ത് നിൽക്കുന്നുണ്ട് വാതിൽക്കൽ, ആൾക്കാരെ വിളിച്ച് കയറ്റാൻ വേണ്ടിയിട്ട്. ഇതൊക്കെയാണ് സംഭവം. ഒരു ഒതൻറ്റിക്കായിട്ടുള്ള, ഇപ്പോൾ എസ്റ്റോണിയയുടെ ഒതൻറ്റിക്കായിട്ട് ഇവിടെ എന്തോ ഒരു പുള്ളി നിന്നിട്ട് ഇളക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഓൾഡ് ഹസ്ന. എനിക്ക് തോന്നുന്നു ടാലിനിലെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റപ്പാണ് ഓൾഡ് ഹസ്ന എന്ന് പറയുന്നത്. നോക്കട്ടെ, ഇവിടെ നല്ല കത്തിയെന്ന് പറഞ്ഞ ഫുഡിന് കയറി കഴിക്കാമെന്ന്. എന്തായാലും ഈവനിങ് ഇവിടുത്തെ ഒതൻറ്റിക് ഫുഡ് എന്തായാലും കഴിക്കുന്നുണ്ട്. നോക്കട്ടെ, വേറെ എവിടെയും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വരാം. ഇച്ചിരി കത്തിയാണ്, പക്ഷെ എന്നാലും പറ്റുമോ നോക്കട്ടെ. വേറെ എവിടെയും നല്ലത് കിട്ടിയാൽ നമ്മൾ അവിടെ പോകും. Yes. Wow. So right here behind me we have the wine hall. Okay. Here we celebrate the holiness of the winemaking. And the ceiling beams here are also original from the 15th century. And right here in the hall that we're currently staying at, this is the Dannebrog hall. Dannebrog meaning the Danish flag, right over there. Okay. And here we celebrate the Danish power, because when they conquered the Estonians in the 13th century, they brought us many riches and access to many trading routes. And the ceiling beams here are also original from the 15th century, but this time so is the painting of them. Okay. And we also have the grand hall right over there, right up those steps. So is it for just for heat or something like else you're cooking with that? We make bread in there sometimes, but right now it's for heat. Yes. Okay. And you can also take a look into the grand hall, right up those steps through the hall and take a left. You can exit from there. Okay. Thank you so much. Of course. Take a look around. So guys, അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു പഴയ സെറ്റപ്പാണ്. ഇതിവിടുത്തെ ഗ്രാൻഡ് ഹോളാന്ന് പറഞ്ഞത്. ഹായ്. ഓക്കെ.
അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി, നമ്മളവിടെ ചുമ്മാ റേറ്റ് നോക്കാൻ വേണ്ടി പോയതായിരുന്നു. അപ്പോൾ അവർ വന്ന് അവരുടെ ഡെലിക്കസിയെക്കുറിച്ചും അവരുടെ ഫുഡിനെ കുറിച്ചൊക്കെ പറഞ്ഞ്, അതായത് മീറ്റാണ് വരെ ഡിയർ മീറ്റൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ വൈകുന്നേരം വരാമെന്ന് പറഞ്ഞാൽ നമ്മളവിടെ നിന്ന് ചാടി. ഇത് പറഞ്ഞ വെള്ളത്തിനാണ് ഏറ്റവും കുറഞ്ഞ പൈസ, 4 യൂറോ. നമ്മളവിടെ 30 സെൻറ്റ്, ഇവിടെ 4 യൂറോ ആണ് സംഭവം. അപ്പോൾ എന്തായാലും അകത്ത് ഞാൻ കാണിച്ചല്ലോ, കിട്ടില്ല സെറ്റപ്പാണ്. അതായത് പഴയ ഒരു ആർക്കിടെക്ചർ, ഡാനിഷ്, അതായത് ഡച്ച് കാലഘട്ടത്തിലുള്ള ഒരു സംഭവമാണ് സംഭവം. എന്തായാലും കിട്ടില്ല സംഭവം തന്നെയാണ്. അവർ ആ ഒരു പഴമയിൽ തന്നെ ഇതിനെ കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ നോക്കട്ടെ, ചിലപ്പോൾ ഇങ്ങോട്ട് വരും. വേറെ ഒന്നും നമ്മൾ ഒതൻറ്റിക്കായിട്ട് വേറെ ഒന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇങ്ങോട്ട് തന്നെ വരുന്നതായിരിക്കും. അതായത് അവരൊരു ഓൾഡ് വൈബുള്ള സെറ്റപ്പാണ്. നമ്മളോട് ചോദിച്ച് എവിടെ നിന്നാണ് വന്നതെന്ന്. അപ്പോൾ നമ്മൾ പറഞ്ഞ് ഇന്ത്യയിൽ നിന്നാണ് വരുന്നത്, നമ്മൾ റീഗയിൽ നിന്നാണെന്നൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഇത് നല്ല ദൂരത്തു നിന്നാണല്ലോ വരുന്നത്, ഒരു 5-6 കുതിരയെങ്കിൽ വേണ്ടി വരില്ലോ ഒന്നും. അതായത് ആ ഒരു സെറ്റപ്പിൽ അവർ പറഞ്ഞത്. എന്തായാലും കൊള്ളാം സംഭവം. ആ ഒരു ക്യാരക്ടർ, ഒരു റോൾ പ്ലേ പ്ലസ് അതുപോലെ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് റൺ ചെയ്യാണ് ആ ഒരു ഹെറിറ്റേജ് വെച്ചിട്ട്. എന്തായാലും അടിപൊളി സെറ്റപ്പാണ്. നമ്മുടെ നാട്ടിലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. നമ്മുടെ നാട്ടിലെ ഓരോരോ തനതായിട്ടുള്ള പഴയ ഒരു സെറ്റപ്പിൽ അങ്ങനെ വന്ന് സംസാരിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇതൊക്കെയാണ് സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്ന സംഭവങ്ങൾ നമ്മളിവിടെയൊക്കെ കണ്ട് പഠിക്കണം എന്നുള്ളത്, യൂറോപ്പിനെ കണ്ട് പഠിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് തോന്നുന്നു കുറച്ച് അത്യാവശ്യം ലോങ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് പാർട്ടായിട്ടായിരിക്കും ചെയ്യുന്നത്. എസ്റ്റോണിയയിലെ പാർട്ടായിട്ട് ചെയ്യും, നാളത്തതും പാർട്ടായിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. സംഭവം ഒന്ന് ജസ്റ്റ് നമ്മൾ വന്ന് എൻട്രി ചെയ്തിട്ടുള്ളൂ. ഇനി ഒരുപാട് സംഭവങ്ങൾ നമുക്കിവിടെ കാണാനുണ്ട്, സംഭവങ്ങൾ കേൾക്കാനുണ്ട്, പറയാനുണ്ട്. ഓക്കെ, പലർക്കും പലതും പറയാനുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ദാറ്റ്സ് ഫോർ നൗ, ബൈ.